ഈ തെരഞ്ഞെടുപ്പിലെ കിങ് മേക്കർ എന്നാണ് ഒരു പ്രമുഖ ചാനൽ ചാണ്ടിയുമ്മനെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 3000 വീടുകൾ ഒറ്റയ്ക്ക് കയറി റെക്കോർഡിട്ട ചാണ്ടിയുമ്മൻ തന്റെ കേരള രാഷ്ട്രീയത്തിലെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ പക്ഷേ നിലംപതിച്ചത് വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് എമ്മാണ്. കോട്ടയവും ഇടുക്കിയും കയ്യിൽ നിന്നും പോയതോടെ പുതുപ്പള്ളിക്കാരൻ ചാണ്ടി പറഞ്ഞു, ഇനിയാണ് യഥാർത്ഥ കളി കാണാൻ പോകുന്നതെന്ന്. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. LDF വിട്ട് ഞങ്ങൾ എങ്ങോട്ടുമില്ല എന്ന് ജോസ് കെ മാണി പറയുമ്പോഴും ഇടതുപക്ഷത്ത് ഒട്ടും രസത്തിലല്ല ആ പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത്. ആവശ്യമായ സീറ്റുകളൊക്കെ ചോദിച്ചു വാങ്ങി ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ തങ്ങളുടെ പരാജയത്തിന്റെ കയ്പ് നീരിറങ്ങും മുൻപേ LDF മുന്നണിയിലെ നേതാക്കൾ ജോസ് കെ മാണിക്കെതിരെ തിരിയുകയാണ്. അതായത് കേരള കോൺഗ്രസ് എം അണികൾക്ക് സ്വന്തം ചിഹ്നത്തോടുള്ള മമത മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളോടില്ലെന്നാണ് കണക്കുകൾ നിരത്തി നേതാക്കൾ ജോസ് കെ മാണിയെ വിമർശിക്കുന്നത്. കേരള കോൺഗ്രസ് എം ശക്തി കേന്ദ്രമായ പാലാ നഗരസഭയിൽ 2020 സീറ്റ് വിഹിതം ഇത്തവണയും പാർട്ടി നിലനിർത്തിയപ്പോൾ CPIM-നും CPI-ക്കും അടിതെറ്റി. CPIM 6 സീറ്റിൽ നിന്ന് 2-ലേക്ക് എത്തി. CPI-ക്ക് കഴിഞ്ഞ തവണ 1 സീറ്റെങ്കിലും ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അതും നഷ്ടമായി. എന്നാൽ കേരള കോൺഗ്രസ് ആകട്ടെ പാലാ മുനിസിപ്പാലിറ്റിയിൽ 26 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയ 10 സീറ്റുകളും നിലനിർത്തി. ജില്ലാ പഞ്ചായത്തിലും സമാനമായ രീതി കാണാനാകും. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം 5 സീറ്റുകൾ നേടി. ഈ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് മാത്രമാണ് നഷ്ടമായത്. പക്ഷേ CPIM-ന് 6 സീറ്റ് ലഭിച്ചെടുത്ത് 2 സീറ്റ് മാത്രമാണ് ഇത്തവണ ലഭിച്ചത്. നേരത്തെ CPI-ക്ക് 3 സീറ്റ് ലഭിച്ചെടുത്ത് ഇപ്പോൾ 1 സീറ്റിലേക്ക് ചുരുങ്ങി. പാലാ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭരണങ്ങാനം ഡിവിഷൻ കേരള കോൺഗ്രസ് എം നിലനിർത്തി. ഉഴവൂർ, കിടങ്ങൂർ ഡിവിഷനുകളും വിജയിച്ചു. പാലായിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം BJP ഭരിച്ച മുത്തോലി പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായി. നഗരസഭകളുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും കണക്കെടുത്താൽ പാലാ നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം വലിയ പരുക്കുകളൊന്നും ഇല്ലാതെ പിടിച്ചു നിന്നു. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അടികിട്ടിയത് LDF മുന്നണിയിലെ മുഖ്യ ഘടക കക്ഷികളായ CPIM-നും CPI-ക്കുമാണ്. മുന്നണിയിലെ മറ്റു കക്ഷികളോട് കേരള കോൺഗ്രസ് എം അണികൾ കാര്യമായ മമത കാട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് CPM-ഉം CPI-യും ഇപ്പോൾ ഒരുപോലെ ആരോപിക്കുന്നത്. സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടിറങ്ങാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ജോസ് കെ മാണി. എന്നാൽ 2020 അത്ര മധുരം എന്താണെങ്കിലും ഇപ്പോൾ LDF മുന്നണിയിൽ ജോസ് കെ മാണിക്ക് ഇല്ല എന്നത് മറ്റൊരു വസ്തുത. എന്താണെങ്കിലും ഞങ്ങളായിട്ട് ചർച്ചയ്ക്കില്ല എന്ന് കോൺഗ്രസും UDF-ഉം ഒരുപോലെ പറഞ്ഞതോടെ പോയവരൊക്കെ പടിക്ക് പുറത്ത് എന്നതിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണിയെ ഇങ്ങനെ നിലംപതിപ്പിച്ച് രാഷ്ട്രീയമായി ഇല്ലാതാക്കിയതിന്റെ ക്രെഡിറ്റ് ചാണ്ടിയുമ്മന് തന്നെയാണ്.